നമസ്തേ. നമ്മുടെ 21 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തതാണ്. ഒരു ഫുൾ ബോഡി സ്ട്രെച്ച് പ്ലസ് സൺ സാലുട്ടേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് ചെയ്തു പോകുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോസും തൊട്ട് മുൻപുള്ളതിൻ്റെ ബാക്കി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് യോഗയുടെ ഒരു പാത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ആ രീതിയിൽ മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻറ്റൻസിറ്റി കൂടിയ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഓരോ ഭാഗങ്ങളെ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്ട്രെസ് റിലീഫ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കോർ സ്ട്രെങ്ത്ത്, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി എല്ലാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ സെപ്പറേറ്റ് ടോപ്പിക് എടുത്ത് നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളാണ്, യോഗയിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കിയാൽ കാണും, ഒരു കോഴ്സായിട്ട്. അത് നിങ്ങൾ ഡേ 1 മുതൽ ഫോളോ ചെയ്ത് വരിക തികച്ചും. അതല്ലാതെ നിങ്ങൾ ഇതുവരെയും യോഗ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഇടയ്ക്കുള്ളൊരു ദിവസം കയറി ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ 1 ബൈ 1 ആയിട്ട് ഡേ 1 മുതൽ നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇത്രയും ദിവസം വാച്ച് ചെയ്ത ആളുകൾക്ക് അറിയാം, എല്ലാ ദിവസവും പറയുന്നൊരു കാര്യമാണ്, ഓരോ സെഷനും മുൻപായിട്ട് ഒരു വാമപ്പ് നിങ്ങൾ ചെയ്യുന്നു, ഡയറക്റ്റ് വീഡിയോ പ്ലേ ചെയ്യുന്നു, നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്തു പോകുന്നു. അപ്പോൾ വാമപ്പ് നമ്മളെപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് ശീലിക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പതുക്കെ ഒന്ന് മൂവ് ചെയ്തേ. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് റിലാക്സ് ചെയ്യുന്നില്ല, കാരണം ഫസ്റ്റിൽ നിങ്ങളൊന്ന് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മളൊന്ന് കൈകളൊക്കെ ഉയർത്തി വളരെ ഫ്രീ ആയിട്ട്, മസിൽസൊക്കെ ഒന്ന് ലൂസ് ആവട്ടെ, കാലുകൾ മൂവ് ചെയ്തു, ഫുൾ ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കുകയാണ്. നമ്മൾ പതുക്കെ ഒന്ന് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓൾറെഡി നിങ്ങൾ വാമപ്പ് ചെയ്ത ആളുകളാണെങ്കിലും ജസ്റ്റ് ഒന്ന് വെറുതെ മൂവ് ചെയ്തോളൂ. എന്നിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. നമ്മളെ കാലുകൾ ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് 1 2 മാക്സിമം 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇനി ജസ്റ്റ് കൈകളൊന്ന് ബാക്കിൽ ലോക്ക് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 മാക്സിമം ഈ എൽബോയും നെയ്യും ഒന്ന് ടച്ച് ചെയ്യാൻ നോക്കുക. ഓരോ തവണ കാല് പൊന്തിക്കുമ്പോഴും എക്സേൽ ചെയ്യുക. 5 6 7 8 9 10 1 2 3 4 5 6 7 8. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അല്ലേ, ടോട്ടൽ ബോഡി ഒന്ന് മൂവ് ചെയ്ത പോലെ ആയല്ലോ അല്ലേ. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നമ്മുടെ കൈകൾ ലോക്ക് ചെയ്യുക. 5 വിരലുകളും ലോക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നേരെ ടോപ്പിലേക്ക് ഒന്ന് വലിച്ച് നിവർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് കാലുകൾ ഒന്ന് ഒതുക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ചേർത്ത് വെക്കാം. ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേ. ഈ സമയത്ത് നിങ്ങളുടെ തൈ മസില്, ബാക്കിൽ ഗ്ലൂട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരക്കെട്ടൊക്കെ ഒന്ന് നിവർത്തി പിടിക്കാൻ നമുക്ക് പറ്റും. ഈ ഒരു പോസ്റ്ററിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. നേരെ മുൻപിലുള്ളൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുക. വലിച്ചു നിവർത്തിയ ശരീരം, ബ്രീത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ റിലീസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്നും നമ്മൾ ചെയ്യുന്ന പോലെ ലൂസനിങ് ചെയ്യാണ്. പ്രോപ്പർ ബ്രീത്ത് കൊടുത്തിട്ട് ചെയ്യാം. നമ്മളൊരു ഒഴുക്കിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവുകയാണ് ഓരോ ഭാഗങ്ങളും. ഫസ്റ്റ് നെക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ. 3 4 5 6 7 8 9 10 1 2. റൈറ്റിലേക്ക് ചെയ്ത് 1 2 3
4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നിവർത്തി കൊണ്ടുവരിക. നമ്മളെപ്പോഴും മോർണിംഗ് ടൈമിലൊക്കെയാണ് നിങ്ങൾ സാധന ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നെക്ക്, ഹിപ്പൊക്കെ പെട്ടെന്ന് വെട്ടിക്കരുത് കേട്ടോ. അതുപോലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുന്നതും മുന്നോട്ട് ബെൻഡ് ചെയ്യുന്നത് ഇതൊക്കെ ഫസ്റ്റത്തെ കുറച്ച് തവണ പതുക്കെ സ്മൂത്തായിട്ട് ട്രൈ ചെയ്യണം. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഒറ്റയടിക്ക് വന്നിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യരുത്. പതുക്കെ പതുക്കെ വേണം ഓരോ ദിവസവും ചെയ്യാനായിട്ട്. സ്റ്റാർട്ടിങ്. ഇനി കൈകൾ നീട്ടിപ്പിടിച്ചേ. കൈകൾ ശരിക്കും ഒന്ന് പിരിച്ചു കൊടുത്തേ. ടൈറ്റ്. 1 2 1 2 1 2 1 2. ഓക്കെ, എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ മടക്കി നിവർത്താം. 1 2 3 4 5. നന്നായിട്ട് ബ്രീത്ത് ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ. താഴേക്ക് തിരിയട്ടെ. 1 2 1 2 1 2 1 2 1 2 1 2 1 2. കൈ റിലീസ് ചെയ്യാം. റിലാക്സ്. ഇനി കൈകൾ ഒന്ന് ലോക്ക് ചെയ്യാം. നേരെ മുൻപിലേക്ക് പുഷ് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5. കൈ ലൂസ് ചെയ്തു. നമ്മുടെ കൈപ്പത്തി ശരിക്കും സ്ട്രെച്ച് ചെയ്തേ. 1 2 3 4. ലൂസനിങ് അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ബ്രീത്ത് കൊടുത്ത് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ നമ്മുടെ സെഷനിൽ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഓരോ ജോയിൻറ്റും ഓരോ മസിൽ ഗ്രൂപ്പ്സും ആക്റ്റീവ് ആവട്ടെ. അത് എല്ലാ ദിവസവും നമ്മൾ കൊടുക്കണം. 1 2 3 4 5 6 7 8. അകത്തേക്ക് വിരലുകൾ വിടർത്തിപ്പിടിക്കുക. കൈകൾ ചുരുട്ടി നിവർത്തുന്നു. എക്സേൽ എക്സേൽ എക്സേൽ. 5 6 7 8 9 10 1 2. ഓക്കെ, റിലാക്സ്. കൈ താഴ്ത്തിയിട്ടു. ഹിപ്പ് ഒന്ന് മൂവ് ചെയ്യട്ടെ. ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 1 2 3. ഓക്കെ, ഇനി അതേപോലെ മുന്നിലേക്ക് ഒന്ന് കുനിഞ്ഞു നിന്നിട്ട്, അതായത് നീ ഈ കാൽമുട്ട് കുറച്ച് മടക്കിക്കോ. എന്നിട്ട് കാലൊന്ന് നിവർത്തി നോക്കുക. 1. ശരിക്ക് ബാക്ക് ഒന്ന് വലിഞ്ഞ് ഓപ്പൺ ആവട്ടെ. 2 3 4 5 6 7 8 9. സ്റ്റോപ്പ്. കാല് മടക്കി പിടിച്ചിട്ട് ഒരു ഫ്ലോയിൽ പോവുകയാണ് നമ്മൾ കേട്ടോ. കാല് മടക്കിയിട്ട് പതുക്കെ മൂവ് ചെയ്യുക. 1 2 3 4 5. തിരിച്ച് റിവേഴ്സ് ചെയ്തേ. 1 2 3 4 5. അടുത്ത കാല് 1 2 3 4 5. റിവേഴ്സ് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, നമ്മുടെ കാഫ് മസിലിന് ഒരു ലോഡ് കിട്ടുന്ന പോലെ നമ്മൾ കാലുകൾ വെച്ച് നേരെ ഹീല് മുകളിലേക്ക് ഉയർത്തി. 1 അപ്പ് ചെയ്തു. ഡൗൺ. 2 ഡൗൺ. 3 ഡൗൺ. 4 5 6 7 8 9. ലാസ്റ്റ് 1 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് സൂര്യ നമസ്കാരത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തു പോവാണ്.
നമ്മൾ എല്ലാ ദിവസവും തന്നെ മിക്ക ദിവസവും മാക്സിമം നമ്മൾ ഈ ലൂസനിങ് ഇല്ലേ അത് നമ്മൾ ആഡ് ചെയ്യും എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി വാമപ്പ് ഒക്കെ ചെയ്ത് ജസ്റ്റ് നിന്നാൽ മതി. അതിനുശേഷം ഒരുമിച്ച് അങ്ങ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഇന്നലെ നമ്മൾ ചെയ്തതുപോലെയാണ്. സ്റ്റെപ്പുകളൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നു. ഇതിൻ്റെ ബ്രീത്ത് കൂടെ പറയാം. ക്യാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൂര്യ നമസ്കാരം ബ്രീത്തോട് കൂടി ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാൾക്ക് പ്രയാസമാണ്. കാരണം ബ്രീത്തും നോക്കണം, ഫിസിക്കൽ മൂവ്മെൻറ്റ് നോക്കണം, എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ബ്രീത്തിനെ ഒഴിവാക്കുക. എന്നിട്ട് ഫസ്റ്റ് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രാക്ടീസായി വരുമ്പോൾ ബ്രീത്ത് ആഡ് ചെയ്യുക. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ ബ്രീത്ത് പിടിച്ച് വെച്ചുകൊണ്ട് എവിടെയും ചെയ്യേണ്ട. സൺ സാല്യൂട്ടേഷനിൽ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന രീതികൾ ചെയ്യാറുണ്ട്. അതും ചില രീതിയിൽ ഹോൾഡിങ് ഇല്ലാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും നോക്കണ്ട. എന്നിരുന്നാലും എല്ലാ സ്റ്റെപ്പിലും ശ്വാസം പിടിച്ചു വെച്ച്, ഇപ്പോൾ എക്സാമ്പിൾ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുകയാണ്, ബ്രീത്ത് പിടിച്ചു വെച്ചിട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങൾ പറ്റുന്ന പോലെ ശരീരം മൂവ് ചെയ്യുക. ഓരോ ദിവസം ചെയ്യുമ്പോഴും അല്ലേ ബാക്കി ഡെവലപ്പ് ചെയ്യണം. അത് നിർബന്ധമാണ്. പതുക്കെ പതുക്കെ മാറ്റം വരുത്തുക. മാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ കയറി നിൽക്കുന്നു. ഫസ്റ്റ് കാല് ചേർത്ത് വെച്ച് സ്ഥിതി. കൈ തൊഴുത് പിടിക്കാം, പ്രണമാസൻ ചെയ്യാം. നേരെ സ്ട്രെച്ച് ചെയ്തിട്ട് ഈ ഒരു രണ്ട് രീതികൾ എപ്പോഴും ഒന്നും അങ്ങോട്ട് നോക്കിക്കോളൂ. അതായത് നിങ്ങൾ കൈ മുകളിലേക്ക് വലിച്ചു നിർത്തി അല്ലേ. എല്ലാവരും നിങ്ങളുടെ എൽബോ ശ്രദ്ധിക്കുക. ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൽബോ ഇങ്ങനെ മടങ്ങിയിട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശരീരം ലൂസായിരിക്കും. സ്ട്രെച്ച് ചെയ്തിട്ട് അല്ലേ വിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതേസമയം നിങ്ങളുടെ എൽബോ നിങ്ങൾ നിവർത്തിയാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പാണ് ബോഡി സ്ട്രെച്ചബിൾ ആയിരിക്കും, വലിഞ്ഞു നിൽക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് പ്രണമാസൻ, സെക്കൻഡ് സ്റ്റെപ്പിൽ കൈ നിവർത്തിയിട്ട് ബാക്കിലേക്ക് ഒന്ന് വിരിയുക, ചെസ്റ്റ് വിരിക്കി. തേർഡ് വൺ അതേപോലെ കൈ നിവർത്തി സ്ട്രെച്ച് ചെയ്തിട്ട് ഫോർവേഡ് ബെൻഡ്. ഫോർത്ത് വൺ വലത് കാല് ബാക്കിലേക്ക്, അരക്കെട്ടൊക്കെ താഴ്ത്തി അടുത്ത കാല് ബാക്കിലേക്ക്. സ്ട്രോങ് ആയിട്ട് നിൽക്കാം. 6 മുട്ടുകുത്തി അഷ്ടാംഗ നമസ്കാരം. 7 ഭുജംഗാസൻ. ഈ കോബ്ര പോസിൽ നിൽക്കുമ്പോഴേ നമ്മുടെ ഈ ഷോൾഡറിൽ നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൈക്ക് കുറച്ച് ബലം കുറവാണെങ്കിൽ കുഴപ്പമില്ല. എൽബോ ഒന്നിങ്ങനെ മടക്കിയിട്ട് പുറത്തേക്ക് നിൽക്കരുത്, ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് നേരെ മേലേക്ക് പൊന്തിയിട്ട് പർവ്വതാസൻ. അതിനുശേഷം 9 സ്റ്റെപ്പാണ്. വലത് കാല് മുന്നിലേക്ക് കയറ്റി വെക്കാം. അടുത്ത കാല് കൂടി കയറ്റി വെച്ച് 11 ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സ്ട്രെച്ച് ചെയ്തിട്ട് നിവർന്ന് വന്നു. 12 പ്രണമാസനിൽ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും 2 ഇൻഹേൽ, 3 എക്സേൽ. ഫോർവേഡ് ബെൻഡിൽ എക്സേൽ ആണ് കേട്ടോ. 4 ഇൻഹേൽ, ഇടത് കാല് ഇൻഹേൽ ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് വെച്ചു. 5 എക്സേൽ. ഇത്രയും ഓക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ എക്സേൽ ചെയ്തിട്ടാണല്ലോ ഈ സ്റ്റെപ്പ് നിന്നത്, ഒന്നുകിൽ ഈ എക്സേൽ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് മുട്ടുകുത്തി അഷ്ടാംഗ നമസ്കാരം വരാം. ഓരോ ഓപ്ഷൻ. നിങ്ങൾക്ക് അങ്ങനെ ആ എക്സേലിനെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിതിൽ നിന്ന് എക്സേൽ ചെയ്തില്ലേ, ഇനി മുട്ടുകുത്തി ഇൻഹേൽ ചെയ്തു എക്സേൽ ചെയ്തു, അങ്ങനെയും വരാം. ക്ലിയർ ആയോ? അതായത് ബാക്കിലേക്ക് വലിഞ്ഞിട്ട് വേണമെങ്കിൽ മുന്നോട്ട് വരാം. കൈക്ക് ബലക്കുറവൊക്കെ ഉള്ളവർ ബാക്കിലേക്ക് വലിഞ്ഞിട്ട് മുന്നോട്ട് വന്നാൽ മതി. നേരിട്ട് ഇങ്ങനെ താഴെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇൻഹേൽ എക്സേൽ. ഇപ്പോൾ 2 ഓപ്ഷനും മനസ്സിലായല്ലോ. ഒന്നുകിൽ ഹോൾഡ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇൻഹേലും എക്സേലും ചെയ്തിട്ട് താഴേക്ക് അഷ്ടാംഗ നമസ്കാരത്തിലേക്ക് വന്നു. ശ്വാസം എടുക്കുന്നു. ഇൻഹേൽ ഭുജംഗാസൻ. എക്സേൽ ചെയ്തുകൊണ്ട് മൗണ്ടൈൻ പോസ്. കംപ്ലീറ്റ് ആണ് കേട്ടോ, ഇന്നും ഔട്ടും. ഈ സ്റ്റെപ്പിലൊക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും വയറൊക്കെ ഒതുങ്ങിപ്പോവും. വീണ്ടും ഇൻഹേൽ ലെഫ്റ്റ് മുന്നോട്ട്, എക്സേൽ റൈറ്റ് മുന്നോട്ട്. ഇൻഹേൽ നിവർന്ന് വന്നു,
എക്സേൽ പ്രണമാസൻ. തുടങ്ങിയ എഴുത്ത് തന്നെ സ്റ്റോപ്പായി. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ ആദ്യം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ബ്രീത്ത് കൂടെ കൂട്ടി ചെയ്യാൻ പറ്റുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മൊമെന്റ്സ് മാത്രം ഫസ്റ്റ് കറക്റ്റ് ചെയ്യുക. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ആദ്യം കാല് ചേർത്ത് വെച്ചു. എക്സേൽ, ഒരു എക്സേൽ ചെയ്യുക ഫസ്റ്റ് കേട്ടോ. അതായത് കൈ തൊഴുത് പിടിച്ചു. എന്നിട്ട് നമ്മൾ ഇൻഹേൽ ബാക്കിലേക്ക്, എക്സേൽ മുന്നോട്ട്, ഇൻഹേൽ റൈറ്റ് ബാക്ക്, എക്സേൽ ലെഫ്റ്റ് ബാക്ക്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഹോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഹേലും എക്സേലും ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ പോവാം. മുട്ടുകുത്തി നേരെ താഴേക്ക് വന്നു. വയറ് നിലത്ത് ടച്ച് ചെയ്യാതെ നോക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിലും അടുത്ത സ്റ്റെപ്പിൽ ഇൻഹേലാണ്. ഇൻഹേൽ ഭുജംഗാസൻ, എക്സേൽ മൗണ്ടൈൻ പോസ്, ഇൻഹേൽ വലത് കാല് മുന്നോട്ട്, എക്സേൽ അടുത്ത കാല്, ഇൻഹേൽ നിവർന്ന് വരാം, എക്സേൽ പ്രണമാസൻ. വീണ്ടും ബ്രെത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ലെഫ്റ്റ്, ബ്രീത്ത് ഔട്ട് അടുത്ത കാല്. നേരെ താഴേക്ക് വരാം. ബെൻഡ് ചെയ്യൂ. നെക്സ്റ്റ് വൺ 8, 9, ലെഫ്റ്റ് കയറ്റി വെക്കാം, 10, 11, 12, കംപ്ലീറ്റ്. ഒരു റൗണ്ട് കൂടി ചെയ്തു പോവാണ് കേട്ടോ. പറ്റുമെങ്കിൽ മാത്രം ബ്രീത്ത് ഫോളോ ചെയ്താൽ മതി. കാല് ചേർത്ത് വെച്ചു, കൈ തൊഴുത് പിടിക്കുക, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തേ, ഫോർവേഡ്, റൈറ്റ് ബാക്കിലേക്ക്, ലെഫ്റ്റ് ബാക്കിലേക്ക്, നേരെ താഴേക്ക് വരാം, 7, 8, 9, 10, 11, 12. ലെഫ്റ്റ് കൂടി ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ചെയ്യാം. ബ്രെത്ത് ഇൻ, ബാക്കിലേക്ക് പോട്ടെ, ബ്രെത്ത് ഔട്ട് മുന്നോട്ട്, ബ്രെത്ത് ഇൻ ലെഫ്റ്റ്, ഔട്ട് അടുത്ത കാല്, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസൻ, പർവതാസൻ, ലെഫ്റ്റ് ലെഗ് മുന്നോട്ട്, റൈറ്റ് മുന്നോട്ട്, നിവർന്ന് വരുന്നു, റിലാക്സ്, കംപ്ലീറ്റ്. ഇപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് റൗണ്ട് ചെയ്തു. ഏകദേശം ടോട്ടൽ ബോഡി ആക്റ്റീവായി. അതായത് സൺ സല്യൂട്ടേഷൻ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റും ആക്ഷൻസും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പതുക്കെ പതുക്കെ ചെയ്തു വരിക. ഇനി ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് അനങ്ങാതെ നിൽക്കുക. ശരീരം അനക്കാതെ നിർത്താൻ നോക്കുക. സ്വന്തം ശ്വാസം, ഹാർട്ട് ബീറ്റ്, ബോഡി ടെമ്പറേച്ചർ എല്ലാം തിരിച്ചറിയുക. നമുക്കിനി ഒന്ന് താഴെ ഇരിക്കുക. എന്നിട്ട് കണ്ണടച്ച് വെച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ അപ്പർ ബോഡി നമ്മൾ മൂവ് ചെയ്യാണ്, റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അരക്കെട്ടിൻ്റെ ഭാഗം ശരിക്കും ഒന്ന് മൂവ് ചെയ്യട്ടെ, അവിടെ ഒന്ന് ഫ്രീ ആവട്ടെ. അപ്പോൾ ഓരോ റൗണ്ടിലും നന്നായിട്ട് ഇൻഹേൽ ചെയ്യണം, നന്നായിട്ട് എക്സേൽ ചെയ്യണം. പതുക്കെ ചെയ്തോളൂ, കണ്ണടച്ച് വെച്ച് ചെയ്തോളൂ. ഫസ്റ്റ് ഒരു ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം. അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബ്രീത്ത് ഇൻ, ബാക്കിലൂടെ പോയി ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ,
Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Reverse you. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Relax. നിവർന്നിരിക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് വലത് കൈ ഇടത് കാൽ മുട്ടിന് മേലെ വെച്ചു, മറ്റേ കൈ നേരെ ബാക്കിലേക്ക് പതിച്ചു വെച്ചു. എന്നിട്ടൊരു ശ്വാസം വിട്ടുകൊണ്ട്, നമ്മൾ മുൻപൊരിക്കൽ ഇത് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ശരിക്ക് തിരിഞ്ഞ് വരട്ടെ, ശരീരം തിരിച്ച് പുറകിലേക്ക് നോക്കി അങ്ങനെ അനങ്ങാതെ നിന്ന് ബ്രീത്ത് ചെയ്യാം. പതുക്കെ നിവർന്ന് വരാം. എക്സേൽ, ഓപ്പോസിറ്റ് സൈഡ് ഹോൾഡ് ചെയ്യുക. പതുക്കെ നിവർന്ന് വരാം. റിലാക്സ് ചെയ്തു. ഇനി ഇതേ സ്റ്റേജിൽ നമ്മളൊന്ന് മുട്ടുകുത്തി നിൽക്കുക. കറക്റ്റായിട്ട് കൈകൾ ഒരേ ലെവലിൽ വെച്ചു. ഇവിടെ നമ്മൾ നമ്മുടെ സ്പൈനാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ വെക്കാം. ദീർഘശ്വാസത്തോടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ആക്ഷൻ കണ്ടോ? ഷോൾഡർ കൂടി മുകളിലേക്ക് അതിൻ്റെ കൂടെ സ്ട്രെച്ച് ചെയ്ത് ഉയർത്തി നട്ടല് താഴേക്ക് വളച്ചു കൊടുത്തു. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. Breathe in. Breathe out. Breathe in. Breathe out. Breathe in. Breathe out. Relax. നേരെ കാലിലേക്ക് ഇരിക്കാം. എന്നിട്ട് മുൻപ് നമ്മൾ ഓരോ പ്രോസസ്സും, അതായത് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇന്ന് നമ്മളിപ്പോൾ ചെയ്തു. ഇപ്പോൾ ഇത് തൊട്ട് മുൻപ് ചെയ്തത്, അപ്പോൾ അന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, രീതികൾ. അപ്പോൾ അത് നിങ്ങൾ ക്യാച്ച് ചെയ്യണം. നിങ്ങളത് പിന്നീട് ഒരിക്കൽ ചെയ്യുമ്പോൾ അതേ കാര്യത്തിലുള്ള ശ്രദ്ധകൾ, നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പം അതൊക്കെ മുന്നിലേക്ക് നമ്മളൊന്ന് ബെൻഡ് ചെയ്തു. മസിൽസൊക്കെ ലൂസായിരിക്കട്ടെ. കണ്ണടച്ച് വെച്ചിട്ട് നെറ്റിയുടെ നടുവിലുള്ള ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് റിലാക്സ് ചെയ്യാം.
ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം. റിലാക്സ്, നിവർന്ന് വരാം. ഇനി നമ്മൾ കാലുകൾ കുറച്ചൊന്ന് വിട്ട് വെക്കാം. രണ്ട് കാലുകളും കറക്റ്റായിട്ട് കൈകുത്തി നിന്നിട്ട് നമ്മുടെ വലത് കൈയും ഇടത് കാലും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ടൊന്ന് നിവർത്തി പിടിച്ചിട്ട് ഹോൾഡ് ചെയ്തു. ബാലൻസ് ചെയ്യണം കേട്ടോ. നിലത്തുള്ള കയ്യിലും കാലിലും ബാലൻസ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് നിന്നേ. ബാക്ക് മസിൽസിന് സ്ട്രെങ്ത്, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു അവയർനെസ് ഉണ്ടാവാൻ പറ്റും നമുക്ക്. അതൊക്കെ എടുത്ത അതേ സ്ഥലത്ത് കയ്യും കാലും വെച്ചു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ശരിക്കും സ്ട്രെച്ച് ചെയ്യാം. ടൈറ്റ്. ഡൗൺ. പതുക്കെ താഴെ വെക്കാം. റിലാക്സ്, റിലാക്സ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെ തന്നെ മുട്ട് കുത്തി നിന്നിട്ട് നമ്മൾ നേരെ മുൻപിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത്, അല്ലേ, സ്പൈനൊക്കെ വളഞ്ഞ് നമ്മുടെ ചെസ്റ്റ് നിലത്ത് വെക്കാൻ പറ്റുമോ നോക്കുക. അഥവാ ചെസ്റ്റ് അങ്ങനെ നട്ടെല്ലൊക്കെ വളച്ച് നിലത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെസ്റ്റിനടിയിൽ ഒരു പില്ലോ വെക്കാം. അതിലേക്ക് പതുക്കെ ചെസ്റ്റ് വെച്ചു, താടി നിലത്ത് വെച്ചു, നോട്ടം മുന്നോട്ടാണ്. ശരിക്കും വളഞ്ഞു നിന്നിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഇതൊക്കെ അതിൽ റിലീസ് ചെയ്യാം. കൈകുത്തി നിവർന്ന് വരാം, കൈകുത്തി നിവർന്ന് വരാം. ഇനി സാധാരണ നിങ്ങൾ മാറ്റിലേക്കൊന്ന് മലർന്ന് കിടന്നേ. പതുക്കെ ഒന്ന് മലർന്ന് കിടക്കുക. രണ്ട് കാലുകളും മടക്കി അടുത്തേക്ക് വെക്കുക. നമുക്ക് സേതുബന്ധാസനത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ചിലർക്ക് നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കാം, അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. അധികം നന്നായിട്ട് ചെയ്യാൻ പറ്റാത്തവർ ഈ രീതി ചെയ്തോളൂ. കാല് അടുത്തേക്ക് മടക്കി വെക്കുന്നു, കൈകൾ തൽക്കാലം താഴെ വെക്കാം. നമ്മുടെ ഹിപ്പിൻ്റെ ഈ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗം മുകളിലേക്ക്, അല്ലേ, ഒരു ബ്രിഡ്ജ് പോസ്റ്റ് എന്ന് പറയുക, മുകളിലേക്ക് തള്ളി നിവർത്തണം. അപ്പോൾ ഒരു ആർച്ച് പോലെ അത് നിൽക്കും. ഫസ്റ്റ് സ്റ്റെപ്പിലൊന്നും അങ്ങനെ ചിലപ്പോൾ നിൽക്കാൻ പ്രയാസമായിരിക്കും. നോ ഇഷ്യൂ. ഞാൻ ഫസ്റ്റും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പെർഫെക്ഷൻ നോക്കരുത്. കാരണം ശരീരം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ഒരു ഹൈ ലെവലിലേക്ക് എത്താൻ പറ്റാത്തവർ തന്നെയാണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കാരണം അവർ ഡെവലപ്പ് ആവണമല്ലോ. അപ്പോൾ അതിന് പെർഫെക്ഷൻ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അരക്കെട്ട് മുകളിലേക്ക് പൊന്തിക്കുക, ഒന്ന് തള്ളി കൈ താഴെ വെക്കുക, അരക്കെട്ടൊന്ന് മുകളിലേക്ക് നിവർത്തി കൊടുക്കുക, ഒരു കുട പോലെ. നമ്മുടെ ഗ്ലുട്ടില്ലേ, ബാക്ക് സൈഡിലെ മസിൽ, തൈസും ടൈറ്റ് ചെയ്ത് പിടിച്ചേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നിവർത്താൻ പറ്റും. ഓക്കെ. ഇപ്പോൾ നിങ്ങളുടെ ഷോൾഡറിലും, അല്ലേ, ഷോൾഡറാണ് താങ്ങി നിൽക്കുന്നത്. അതിലൊന്ന് ഹോൾഡ് ചെയ്യാം. നിങ്ങൾ പറ്റുന്നത് പോലെ ബ്രീത്ത് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യാം. തലയിലേക്കുള്ള സർക്കുലേഷൻ കൂടും, തൈറോയ്ഡ് ഗ്ലാൻഡിന് നല്ലതാണ്. അതുപോലെ മണിപൂരക, സ്വാധിഷ്ഠാന ചക്രാസൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനും ഇത് നല്ലതാണ്. ആ ഒരു എനർജിക്കും നല്ലതാണ്. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ താഴെ വെക്കുന്നു. ഒരാസന ചെയ്യുകയാണെങ്കിലും ഒരു പ്രാണായാമം ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നുള്ളതാണ്. ഇതേ പോസ് സ്ട്രെച്ചസിന് വേണ്ടി, അല്ല, സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കാണാറില്ലേ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരേ കാര്യത്തിൻ്റെ പല രീതിയിലും നമുക്ക് എടുക്കാം. ഒരു വർക്കൗട്ട് സ്ട്രെച്ചിങ് പ്രോസസ്സായിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല, ഒരു ആസനത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അതിന് പ്രോപ്പർ ബ്രീത്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട രീതികൾ, ഭാഗങ്ങൾ ശ്രദ്ധിച്ച് അവയർനെസ്സോട് കൂടി ചെയ്യുമ്പോൾ അത് ഒരു ഹൈ ലെവലിലേക്ക്, ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് കൂടി ഇത് പോകും. എനർജി ഉയർത്താൻ സാധിക്കും നമുക്ക് പല ആംഗിളുകളിൽ. അപ്പോൾ നമ്മളിപ്പോൾ യോഗയിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരു വർക്കൗട്ടിലൂടെ അല്ല എന്നൊരു ബോധം എപ്പോഴും വേണം.
ഉദ്ദേശിച്ചത് ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വെച്ച് സ്വന്തം രീതിയിൽ വളരെ ഭംഗിയായിട്ട് ട്രൈ ചെയ്യാം. ഒന്നുകൂടി പൊന്തട്ടെ. ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്തോളൂ. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി പോട്ടെ. ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, ഡൗൺ. കാലുകൾ തൽക്കാലം നീട്ടി വെക്കണ്ട, അങ്ങനെ തന്നെ വെച്ചോളൂ. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ സ്പൈൻ ഏകദേശം ഫ്ലോറിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്കൊരു സുഖം തരും. അങ്ങനെ തന്നെ അനങ്ങാതെ കിടന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അതൊക്കെ കാലുകൾ നീട്ടി വെച്ചിട്ടൊന്ന് വിശ്രമിക്കുക. അതായത് നമ്മൾ സാധാരണ കിടക്കുന്നത് പോലെ ഒന്ന് മലർന്ന് കിടക്കുക. അങ്ങനെ തന്നെ കിടന്ന് കണ്ണടച്ച് വെച്ച് റിലാക്സ്. ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്ത് വിടാം. പതുക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് കണ്ണ് തുറക്കാതെ ഒന്ന് എഴുന്നേറ്റിരിക്കും എല്ലാവരും.
നിവർന്നിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന രീതിയിൽ നിവർന്നിരിക്കുക. ശേഷം നാഡീശുദ്ധി പ്രാണായാമം കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു പോയിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യുക. ഇടത് കൈ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കാൽമുട്ടിന് മേലെ ഇരിക്കട്ടെ. വലത് കൈയുടെ തമ്പ് ഉപയോഗിച്ചിട്ട് റൈറ്റ് നോസ്ട്രിൽ അടച്ചു പിടിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് വളരെ സോഫ്റ്റ് ആൻഡ് ഡീപ്പ് ലെങ്ത് ഉള്ള ബ്രീത്ത് ആണ്. അപ്പോൾ ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മുടെ മനസ്സിനും നമുക്കൊരു സുഖം, എനർജി, ഫീല് ഇതൊക്കെ തരണം. അപ്പം എങ്ങനെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഒരു സമയം എടുത്തിട്ട് ചെയ്തോളൂ. ലെഫ്റ്റ് നോസ്ട്രിലൂടെ പതുക്കെ ഇൻഹേൽ ചെയ്യൂ. ലെഫ്റ്റ് ക്ലോസ് ചെയ്തു അപ്പുറത്തെ വിരലുകൊണ്ട്. റൈറ്റിലൂടെ എക്സേൽ ചെയ്യാം. റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്യൂ. ക്ലോസ് ചെയ്തു. ലെഫ്റ്റിലൂടെ എക്സേൽ. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യാം. ക്ലോസ് ചെയ്തു. റൈറ്റിലൂടെ എക്സേൽ. റൈറ്റിലൂടെ ഇൻഹേൽ. ക്ലോസ് ചെയ്തു. ലെഫ്റ്റിലൂടെ എക്സേൽ. കണ്ടിന്യൂ ചെയ്യൂ. നിങ്ങൾ ലെഫ്റ്റിലൂടെ എക്സേൽ ചെയ്യുന്ന സമയത്ത് അവസാനിപ്പിക്കുക. കണ്ണ് തുറക്കണ്ട. കൈകൾ താഴെ വെക്കാം.
ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കൈകൾ രണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെക്കാം. എന്നിട്ട് പതുക്കെ സന്തോഷത്തോടെ കണ്ണ് തുറക്കാം. നമസ്തേ. നമ്മൾ ലാസ്റ്റ് പാർട്ട്, ഓരോ സെഷൻ്റെയും ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ കണ്ണ് തുറക്കുന്നതിന് പകരം അങ്ങനെ തന്നെ കുറച്ച് സമയം കൂടി ഇരിക്കുന്നത് ബെറ്ററാണ്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ സമയം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ട്രെച്ച്, കുറച്ചുകൂടി ക്ലാരിറ്റിയിലുള്ള ആസനാസ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഇത്രയും ദിവസം അല്ലേ ഒന്ന് അടുത്തറിയാനും അതിലൂടെ ഒന്ന് കടന്നു പോകാനുള്ളൊരു ദിവസങ്ങൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ മുഷിപ്പില്ലാതെ, ബോറിംഗ് ഒന്നും വരാതെ പതുക്കെ പതുക്കെ ചെയ്തു പോവുക. മുടങ്ങരുത്. ഒരു ദിവസം പോലും പെൻഡിങ് ആവാതെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് മാറ്റം ഉറപ്പായിട്ടുണ്ടാവും. അതിന് ഏത് സമയം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഡേ 9 നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.